ഹലോ ഫ്രണ്ട്സ്, ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? എല്ലായിടം മഴയൊക്കെ തുടങ്ങിയോ? എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാരണം ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും പഴയ വീഡിയോസ് എല്ലാം കാണുകയും ചെയ്യാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇന്ന് ഒരു ചക്ക എരിശ്ശേരിയുടെ റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ചക്ക വളരെയധികം ഔഷധ ഗുണമുള്ളതും നാരുകളാൽ സമ്പുഷ്ടവുമായ ഒന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഷുഗർ രോഗികൾക്കും പ്രഷർ രോഗികൾക്കും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ചക്ക. ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് ഒരു സിദ്ധ ഔഷധം കൂടിയാണ് ചക്ക എന്നാണ് പറയപ്പെടുന്നത്. ഷുഗർ രോഗികൾ പഴുത്ത ചക്ക അധികം കഴിക്കരുത്. പച്ചച്ചക്ക ആവശ്യം പോലെ അവർക്ക് വേവിച്ച് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചക്ക കഴിക്കുമ്പോൾ ഗ്യാസ് ഉണ്ടാകുന്ന ഒരു പ്രവണത പലരിലും കാണാറുണ്ട്. അപ്പോൾ ഗ്യാസ് ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് കൂടി ഞാൻ ഇന്ന് ഈ ചക്ക എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ചക്കക്കുരുവിന്റെ പുറത്തെ ആ ബ്രൗൺ കളറിലുള്ള തൊലി പോലും കളയരുത്. അത് നല്ല ഔഷധ ഗുണമുള്ളതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ചക്ക കിട്ടുന്നവരത് പാഴാക്കി കളയാതെ ഓരോ തരത്തിലുള്ള വിഭവങ്ങളാക്കി നമ്മൾ കഴിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ചക്കയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളെ ബോധവാന്മാരും ബോധവതികളും ആക്കുകയും ചെയ്യണം. എന്നിട്ട് ഞാൻ അതിനായിട്ട് ഒരു മുറി ചക്കയുടെ പകുതി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേവിച്ചെടുക്കണം. പിന്നെ വേണ്ട അതിലേക്ക് ചേർക്കാനായിട്ട് ഞാനൊരു 10 ചക്കക്കുരു പൊളിച്ച് കീറി വെച്ചിട്ടുണ്ട്. വേണ്ട ചക്കക്കുരുവിൻ്റെ പുറത്തെ ഈ ബ്രൗൺ കളറിലുള്ള തൊലി കളയരുത്, അതുകൊണ്ട് അത് കളഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് ആദ്യം ചക്കക്കുരു ഇടുക. അതിൻ്റെ പുറത്ത് ഈ ചക്കച്ചുള അരിഞ്ഞ് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക. നമ്മൾ കുക്കറിൽ ആദ്യം ചക്കക്കുരു ഇട്ട് അതിൻ്റെ പുറത്ത് വേണ്ട ചക്ക ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ചക്ക എരിശ്ശേരി ആയതുകൊണ്ട് വെള്ളം കൂടുതൽ വേണം. നമുക്കൊരു 250 ml ഗ്ലാസ്സിന് ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതടച്ച് വേവിച്ചെടുക്കുക. ചക്ക വേകുന്ന സമയം കൊണ്ട് അതിന് ആവശ്യമായ അരപ്പ് നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങയാണ് തിരുമ്മി മിക്സിയുടെ ജാറിലിട്ടിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 നുള്ള് മല്ലിപ്പൊടി, നെഞ്ചരിച്ചിൽ ചിലർക്ക് ചക്ക കഴിക്കുമ്പോൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഇനിയും ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഇനിയും ഒരു പച്ചമുളക് ഞാൻ അരിഞ്ഞിടുന്നുണ്ട്. ഇനി അതോടെ അരിഞ്ഞിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത്. ഒരുപാട് അരയണ്ട, ചെറുതരിയോട് കൂടി നമുക്ക് അരച്ചെടുക്കാം. ഇനി അതിന് ശേഷം കാണാം. ചക്കയുടെ അരപ്പ് ഇവിടെ റെഡിയായി. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 5-6 കുരുമുളകും കൂടെ ചേർത്താണ് അരച്ചത്. അത് മുമ്പേ പറയാൻ ഞാൻ വിട്ടുപോയി. ഇനി നമുക്ക് ചക്ക 2 വിസിലടിച്ച് ഞാൻ സിമ്മിൽ 5 മിനിറ്റ് നേരത്തേക്ക് സിമ്മിൽ കൂടെ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ട ചക്കയ്ക്ക് ചുക്കും കുരുമുളകും വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിൽ വേണം. ചക്കയ്ക്ക് ചുക്ക് മരുന്നെന്നാണ് പണ്ട് മുതലേ പറയുന്നത്. ഗ്യാസ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ വേണ്ട ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-8 കഷ്ണം വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക്, ഇതൊന്ന് ചതച്ച് എടുത്തുകൊണ്ട് വരാൻ പോവുകയാണ്. അത് എരിശ്ശേരി വെക്കുമ്പോൾ അതോടുകൂടി അതിനകത്ത് ചേർക്കണം. ഇനി നമുക്കതൊന്ന് ചതച്ചുകൊണ്ട് വരാം. ചക്ക ഇവിടെ വെന്ത് നമ്മളതിൻ്റെ കുക്കറിൻ്റെ ആവി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇനി നമുക്കിതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. ചക്ക നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ടവരാണ് നല്ല രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കേണ്ടാത്തവർ ഈ രീതി
വെച്ചാലും മതി. ചക്ക എരിശ്ശേരി ആയതുകൊണ്ട് ഒരല്പം വെള്ളം കൂടെ വേണം. ഞാൻ അതിനായിട്ട് കുറച്ച് വെള്ളം കൂടെ നമ്മൾ അരച്ച പാത്രത്തിൽ വെള്ളം ഇവിടെ ഇരിപ്പുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് നമുക്കൊന്ന് തിളപ്പിക്കുക. അതോടൊപ്പം തന്നെ അതിനകത്ത് ചേർക്കാനുള്ള കടുക് വറക്കാനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 2 നുള്ളു ഉലുവ, ഒരു 1/4 ടീസ്പൂൺ കടുക്, ഉള്ളി ഉണ്ട്, പറ്റൽമുളക് 3 എണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, മുറിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഇത് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പേസ്റ്റ്. ഇനി നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ വറുത്ത് ചേർക്കുന്നതിനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എരിശ്ശേരിക്ക് തേങ്ങയും വെളിച്ചെണ്ണയും നല്ല രീതിയിൽ വേണം. വെളിച്ചെണ്ണ തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ 2 നുള്ളു ഉലുവ ആദ്യം ഇടാം. ഉലുവ പൊട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതൊന്നും മൂത്ത് വരുമ്പോൾ, ഒരുപാട് അങ്ങ് മൂക്കണ്ട, മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പേസ്റ്റ് പോലിട്ട് അത് നന്നായിട്ട് പച്ചമണം മാറുന്നിടം വരെ മൂപ്പിക്കണം. അതിലേക്ക് നമുക്ക് തിരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയുടെ ചേർക്കണം. കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമ്മൾ നല്ലപോലെ ചേർക്കുന്നത് ഗ്യാസിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഹസ്ബൻഡിന് ഒരു സ്ട്രോക്ക് വന്നിട്ടുള്ള ആളാണ് 10 വർഷം മുമ്പ്. ഞാൻ ഈ രീതിയിലൊക്കെയാണ്, പുള്ളി എല്ലാ ആഹാരവും കഴിക്കും ഈ രീതിയിലൊക്കെയാണ് കൊടുക്കുന്നത്. പുള്ളിക്ക് ഇപ്പോൾ അതിൻ്റെ യാതൊരു കുഴപ്പങ്ങളും ഇല്ല. ഇപ്പോഴും 2 പേരുടെ ജോലി ആ സ്ട്രോക്ക് വന്നിട്ടുള്ള ആൾ ചെയ്യും. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇതുപോലൊക്കെയുള്ള രീതിയിൽ ആഹാരമൊക്കെ കഴിക്കാമെങ്കിലും ഉള്ളി ഷുഗർ കൂടുമ്പോൾ മാത്രമേ ഉള്ളൂ വൈകിട്ട് ഗോതമ്പ് കഴിക്കുന്നത്. നോർമലാകുമ്പോൾ രാവിലെയും വൈകിട്ടും ചോറാണ്. വൈകിട്ടോ 1 സ്പൂണോ 1.5 ടീസ്പൂണോ ചോറേ കഴിക്കത്തുള്ളൂ. അവിയലും ഇതുപോലൊക്കെയുള്ള തോരനൊക്കെ കഴിക്കുന്നു. ഇതിൻ്റെ പച്ചമണം മാറി നമുക്കിതിലേക്ക് തേങ്ങയുടെ ചേർത്ത് കൊടുക്കും. തേങ്ങയിലെ വെള്ളം ഒന്ന് പറ്റിയാൽ മതി. വേണ്ട വെള്ളം പറ്റി നമ്മളിനി അത് വാങ്ങി വെക്കുക. ചക്ക ഇവിടെ നിന്ന് തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി നമ്മൾ ഈ വറുത്ത് കോരി വെച്ച തേങ്ങയും മറ്റ് ഐറ്റംസ് എല്ലാം കൂടി ഇതിനകത്തേക്ക് കോരിയിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കോരിയിട്ട് ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ ആ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കാം. നമ്മുടെ ചക്ക എരിശ്ശേരിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ചെടുത്ത് മാറ്റാം. ഞാനിതിന് ടേസ്റ്റ് നോക്കി, നല്ല കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. വെളിച്ചെണ്ണയുടെ തേങ്ങയുടെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ടേസ്റ്റ് നോക്കാൻ വേറെ ആരും ഇല്ലിപ്പം.
നമ്മുടെ ചക്ക എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ കുറച്ചൊരു പാത്രത്തിലേക്ക് പകർന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കി. ഉപ്പും എരിവും എണ്ണയും തേങ്ങയും എല്ലാം അതിൻ്റെ പാകത്തിനുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് രേഖപ്പെടുത്തണം. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.